ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കപ്പ വടയുടെ റെസിപ്പി ആയിട്ട്. അതിന് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, കപ്പ കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കണം. അപ്പോൾ എല്ലാം കൂടി ആയാൽ കറക്റ്റായി വടേൻ്റെ എല്ലാം ഇല്ല. ഒരുപാട് എരിവാക്കുന്നില്ല, കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടക്കിടക്ക് ഓരോ ഇടിയും പൊട്ടുന്നുണ്ട്, കരണ്ട് പോകുന്നുണ്ട്. കരണ്ടും ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി കുറച്ച് കായപ്പൊടി ഇടണം. അതും കൂടി ആയാൽ എല്ലാവരും കായപ്പൊടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കായപ്പൊടിയും കൂടി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കപ്പേനിയെല്ലാം ഉടച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം. നല്ല അടിപൊളി ഇടി പൊട്ടുന്നതൊക്കെ നിങ്ങൾ ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ശക്തിയായിട്ടല്ലെങ്കിലും ഉണ്ട്, ചെറിയ തോതിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കപ്പൊക്കെ ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് വേണ്ട. പിന്നെ അരിപ്പൊടിക്കും കടലപ്പൊടിക്കും കുറച്ച് വേണ്ടിക്കൽ നമുക്ക് പിന്നെ ഇട്ട് വെക്കാം. നോക്കിയിട്ട് ചെയ്യാം. അത് ഇപ്പം ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ ജാസ്തിയായി പോയാലോ. അതുകൊണ്ട് ഞാനിത് കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വടേൻ്റെ രൂപത്തിൽ ഞാൻ ഉരുട്ടിയിട്ട് പ്ലേറ്റിലാക്കാം. ഓരോ ദിവസം എത്രയാണോ നമുക്ക് വടക്ക് വണ്ണം വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഉരുട്ടി വെക്കുക. എന്നിട്ട് വടേൻ്റെ രൂപത്തിലാക്കി ഇടാം. കണ്ടോ, ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓരോന്നും ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അടിപൊളിയായിട്ട് ഇങ്ങനെ എടുക്കാം. ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് കയ്യിലുള്ള ഉരുട്ടിയിട്ടെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ കൈയിൻ്റെ അടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം പരത്തിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി വെക്കുക. അപ്പോൾ കപ്പ വട ഇവിടെ റെഡിയാകും. എല്ലാവരും ട്രൈ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി കപ്പ വട. നമുക്ക് നല്ല മഴ പെയ്യുമ്പം നല്ല വടയും ചായയും. കട്ടൻ ചായ കുടിക്കുന്നവർക്ക് കട്ടൻ ചായ, പാൽ ചായ കുടിക്കുന്നവർ പാൽ ചായ. ഓക്കെ, അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അല്ലേ, അപ്പോൾ ഇതാ കപ്പ വട ഞാനെല്ലാം പരത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരാം. ചീനിച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒഴിച്ച് വെക്കാം. പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടി വെച്ചു. അപ്പോൾ അത് കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വട അതിലേക്ക് ഇട്ട് വെക്കാം. കായട്ടെ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ വന്നിട്ടുണ്ട്, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഞാൻ കരണ്ട് പോയാലോ വേറെ ഒരു ഒഴിച്ച് കൂടി ഇട്ടിട്ടുണ്ട്. നോക്കാട്ടെ, കരണ്ട് പോയി കഴിഞ്ഞു.
ഒന്നിട്ട് നോക്കുന്നതാണ്, പിന്നെ 2-3 ഉണ്ടാവും ഒരുമിച്ച്. ഇതായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2-3 ഇടാം. അപ്പോൾ ആദ്യത്തെ ആ ഒന്നിട്ടതായി. ഇനി നമുക്ക് അടുത്ത വെച്ച് കൊടുക്കാം. അടുത്ത ഞാൻ 2-3 ഇടുന്നുണ്ട്, ഒന്ന് മാത്രമല്ല. മൂന്നെണ്ണം ഇട്ട് വെക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ ആവും. കുറച്ചൊന്നായതിൻ്റെ ശേഷം ഇനി ഇളക്കി വെക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ വാങ്ങുന്നുണ്ട്. നമ്മളെ കപ്പ വട ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഞാനെല്ലാം വാങ്ങിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റല്ലാണ്ട് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നിങ്ങൾക്കെല്ലാം ബോറടിച്ച്, അതുകൊണ്ട് എല്ലാം ആയിക്കഴിഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എല്ലാം ആയിട്ടാണ് കാണുന്നതെന്നല്ലേ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമുക്കെല്ലാം ആയിട്ട് കാണാം. ഓക്കെ, കുറച്ചായി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. എല്ലാവരും നമുക്ക് ഒന്നിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളി കപ്പ വടയാണ്. അപ്പോൾ ഇതാ ഗൈസ്, കപ്പ വടയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഇതാ ഇത്രയും വടയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. നല്ല അടിപൊളി ടേസ്റ്റുള്ള വടയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. കപ്പ വട കണ്ട, നല്ല ക്രിസ്പി അടിപൊളി കണ്ട. വാ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്ക്. കുറച്ച് കടലപ്പൊടി, ലേശം അരിപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ്, മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം ഇട്ടിട്ടാക്കുന്നതാണ്. ഇതെല്ലാം ആക്കി മിക്സ് ചെയ്ത് എന്നിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക. അത് ഏത് ഷേപ്പിൽ വേണ്ടിക്കും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതേ ഷേപ്പിലാക്കിയെന്ന് മാത്രം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കഴിയും. കപ്പ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. കപ്പ വേവിക്കുമ്പോൾ അതിന് ഉപ്പിട്ടാൽ മതി. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.